ഹായ് കൂട്ടുകാരെ, PSC കുട്ടീസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലെ 8ാമത്തെ ചാപ്റ്ററിലെ ശ്രീരംഗപട്ടണം ഉടമ്പടിയെക്കുറിച്ചുള്ള പോയിൻറ്റ്സ് നോക്കാം. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത് 1792 മാർച്ച് 18-നാണ്. നാട്ടുരാജ്യമായിരുന്ന മലബാർ പ്രദേശം മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ അധീനതയിലാക്കിയിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരും മൈസൂർ നാട്ടുരാജ്യവും തമ്മിലുള്ള 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ നാട്ടുരാജ്യം ബ്രിട്ടീഷുകാരോട് പരാജയപ്പെട്ടു. അതേ തുടർന്ന് ടിപ്പു സുൽത്താനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഉടമ്പടി പ്രകാരം ടിപ്പുവിൻ്റെ അധീനതയിലായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. പോയിന്റ്സ് ഒന്നുകൂടെ നോക്കാം. ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 മാർച്ച് 18-നാണ് ഒപ്പുവെച്ചത്. ഡേറ്റ് ഉൾപ്പെടെ പഠിക്കണം. 1792 മാർച്ച് 18-ന് ആരൊക്കെ തമ്മിലായിരുന്നു? മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലാണ് ഒപ്പുവെച്ചത്. 1792 മാർച്ച് 18-ന് മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ. മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. താങ്ക് യു.